water pumps, agricultural sprayers, generators, and ഈ ഒരു സെഗ്മെന്റിന്റെ കൺക്ലൂഷന് വേണ്ടി I'd like to once again welcome back Sunny Leon, Sales and Marketing Department. Over to you, Sunny. ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാനാണ്. ന്യൂ ഇന്ത്യ എഞ്ചിനീയറിംഗ് സ്റ്റോഴ്സ് 2010 കാലയളവ് മുതൽ തന്നെ അഗ്രി പ്രോഡക്ട്സിലേക്ക് ചുവടുവെച്ചതാണ്. അതിൽ നമ്മളുടെ മേജർ പ്രോഡക്ട്സായ ബ്രഷ് കട്ടറിനെ കുറിച്ചാണ് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബ്രഷ് കട്ട് മോഡൽ നമ്മുടെ കയ്യിൽ 2 സ്റ്റോക്ക് 4 സ്റ്റോക്ക് ഇലക്ട്രിക്കൽ ബാറ്ററി ഓപ്പറേറ്റഡ് എന്നീ 4 വേരിയൻറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ എൻജിൻ പ്രോഡക്റ്റിൽ 2 സ്റ്റോക്ക് 4 സ്റ്റോക്കിൽ 2 സ്റ്റോക്ക് എഞ്ചിനിൽ തന്നെ 42 cc 52 cc എന്നീ 2 മോഡലുകൾ നമ്മൾ ചെയ്തു വരുന്നു. കൂടാതെ പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മൈലേജ് എഫിഷ്യൻസി എല്ലാം കൂടിയ ഒരു മോഡലാണ് GPG 143R. ഇപ്പോൾ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മോഡലാണ്. അതുകൂടാതെ തന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് എന്നീ 2 മോഡലുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 4 സ്റ്റോക്ക് വരുമ്പോൾ തന്നെ നമ്മളുടെ 2 മോഡലുകൾ അവൈലബിൾ ആണ്. 37 cc-യിലും 49 cc-യിലും 2 മോഡലുകൾ അവൈലബിൾ ആണ്. കൂടാതെ നമ്മളുടെ GPG CS58 ചെയിൻസോ ക്രോമിയം ക്വാളിറ്റി സിലിണ്ടറോട് കൂടി തന്നെ ഹൈ പെർഫോമൻസ് ആൻഡ് മൈലേജ് നൽകുന്ന ഒരു മോഡലാണ് നമ്മളുടെ GPG CS58. അടുത്തതായിട്ട് നമ്മളുടെ വാട്ടർ പമ്പുകളാണ്. വാട്ടർ പമ്പുകൾ 2 രീതിയിൽ നമ്മളുടെ കൈവശമുള്ളതാണ്. 2 സ്റ്റോക്ക് എഞ്ചിൻ ആൻഡ് 4 സ്റ്റോക്ക് എഞ്ചിൻ. 4 സ്റ്റോക്ക് എഞ്ചിനിൽ തന്നെ 1.5 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെയുള്ള മോഡലുകളും 2 സ്റ്റോക്ക് എഞ്ചിനിൽ 1 ഇഞ്ച് 1.5 ഇഞ്ച് എന്നീ 2 മോഡലുകളും അവൈലബിൾ ആണ്. അതിൽ തന്നെ നമ്മൾ ഫാസ്റ്റ് സെല്ലിംഗ് മോഡലാണ് GP 413. 2 ഇഞ്ച് വാട്ടർ പമ്പാണ് അത് മോഡല്. കൂടാതെ തന്നെ WB80 നമ്മളെ ഒരു സ്ലറി മോഡൽ പമ്പാണ്. മഡ് സീവേജ് എന്നീ യൂസുകൾക്ക് നമുക്ക് അനുയോജ്യമായ മോഡലുകളാണ്. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് HTP പമ്പുകളാണ്. HTP പമ്പുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ അഗ്രിയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മോഡൽ മെഷീനുകളാണ് HTP പമ്പുകൾ. അതിൽ തന്നെ നമുക്ക് പമ്പ് 2 രീതിയിൽ വരുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ, സെറാമിക് എന്നീ 2 മോഡലുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 22 mm 30 mm എന്നീ 2 മോഡലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് തന്നെ നമ്മൾ കസ്റ്റം ചെയ്ത് നമ്മളെ ഫാക്ടറിയിൽ തന്നെ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്ന അതിൻ്റെ ഫ്രെയിമുകളോട് കൂടി തന്നെ നമ്മൾ മോട്ടറൈസ്ഡ് എൻജിൻ ഡ്രൈവ് എന്നീ 2 മോഡലുകളും നമ്മൾ ചെയ്തു വരുന്നു. നമുക്ക് 2 HP മുതൽ 5 HP വരെയുള്ള മോഡലുകൾ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമ്മളൊരു 170F എന്ന മോഡൽ നമ്പറിലുള്ള ഒരു എൻജിൻ ഉപയോഗിച്ചും ഡ്രൈവ് ചെയ്യുന്ന മോഡലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മളെ നമ്മുടെ ജനറേറ്ററുകളാണ്. ജനറേറ്ററുകൾ 4 മോഡലുകൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. AVR ടൈപ്പ്, അതേപോലെ തന്നെ സൈലൻറ്റ് ഇൻവെർട്ടർ വെൽഡിംഗ് ടൈപ്പ് ജനറേറ്റർ, ഓപ്പൺ ഇൻവെർട്ടർ. അതിൽ AVR ആണ് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന മോഡലിൽ നിങ്ങളെല്ലാവരും തന്നെ ചെയ്ത മോഡലുകളാണ്. നമുക്കത് 1 kW മുതൽ 9 kW വരെയുള്ള മോഡലുകൾ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ സൈലൻറ്റ് ഇൻവെർട്ടറിൽ നമുക്ക് 1 kW മുതൽ 5.5 kW വരെ മോഡലുകളുണ്ട്. പിന്നെ വെൽഡിംഗ് ജനറേറ്റർ നമുക്കിപ്പോൾ കറണ്ടിൻ്റെ സഹായം കൂടാതെ തന്നെ ഒരു ജനറേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ വെൽഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻബിൽഡ് വെൽഡ് മെഷീൻ ഇൻബിൽഡ് ഉണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയും ഇതിൽ നിന്നും പാരലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഓപ്പൺ ഇൻവെർട്ടർ ടൈപ്പ് സൈലൻറ്റ് ഇൻവെർട്ടറിൻ്റെ തന്നെ സൗണ്ട് നമുക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സൈൻ വേവ് ഔട്ട്പുട്ട് കിട്ടുന്ന മെഷീനുകളാണ് ഓപ്പൺ ഇൻവെർട്ടർ ടൈപ്പ് ജനറേറ്ററുകൾ. ഇതിൻ്റെ എല്ലാം തന്നെ സ്പെയർ ആൻഡ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് അഗ്രികൾച്ചറിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് എനിക്കൊരു മറ്റൊരു കാര്യം കൂടെ പറയാൻ, നമ്മളെ പ്രൊഡക്ഷൻ എന്ന ഒരു ഹെഡാണ്. 2020 MSME വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യത്തെ ഉൽപ്പാദന മേഖലയുടെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതി പ്രകാരം മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ് ന്യൂ ഇന്ത്യ എഞ്ചിനീയറിംഗ് സ്റ്റോഴ്സ്. ഇതിൽ തന്നെ നമ്മളുടെ കമ്പനിയിൽ ഫാക്ടറിയിൽ നിർമ്മിച്ച് നൽകാൻ സാധിക്കുന്ന മെഷീനുകൾ, എയർ കംപ്രസറുകൾ, പ്രഷർ വാഷറുകൾ, കൂടാതെ ഷോറൂമുകളിൽ ഉപയോഗിക്കുന്ന മെറ്റൽ റാക്കുകൾ, ബിൻ ബോക്സുകൾ. ഇപ്പോൾ നിങ്ങൾ നമ്മളുടെ ഷോറൂം കണ്ടു കാണും, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന റാക്കുകളെല്ലാം തന്നെ നമ്മുടെ ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. ഈ ഇരിക്കുന്ന പല നമ്മളുടെ ഡീലർമാരുടെയും ഷോപ്പുകളിൽ ഓൾറെഡി ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട്.
അറിയാവുന്നവരെല്ലാവരും ഇത് ഓൾറെഡി വാങ്ങി എല്ലാവരും യൂസ് ചെയ്യുന്നു. കൂടാതെ തന്നെ ബിൻ ബോക്സുകൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഷോപ്പുകളിൽ അറിയാം, നമ്മൾ സ്പെയർ വാങ്ങി ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു, പല സ്ഥലങ്ങളിലായി കിടക്കുന്നു. അത് തന്നെ നമുക്ക് ഈ ബിൻ ബോക്സുകൾ വഴി കറക്റ്റായിട്ടുള്ള ഏരിയകളിൽ നമുക്ക് വെച്ച് സൂക്ഷിക്കാൻ സാധിക്കുന്നു. അവയും നമ്മളുടെ പ്രോഡക്റ്റാണ്. മെയിനായിട്ട് കംപ്രസറിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കംപ്രസറുകൾ നമ്മൾ 30 ലിറ്റർ മുതൽ 500 ലിറ്റർ വരെയുള്ള ടാങ്കുകൾ നിർമ്മിച്ച് അതിൽ 1 HP മുതൽ 10 HP വരെയുള്ള യൂണിറ്റുകൾ അസംബിൾ ചെയ്തുകൊണ്ട് നമ്മൾ നിർമ്മിച്ച് നൽകി വരുന്നു. അടുത്തതായി പ്രഷർ വാഷറുകളാണ്. കൊമേഴ്ഷ്യൽ മോഡൽ പ്രഷർ വാഷറുകളാണ് ന്യൂ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിർമ്മിക്കപ്പെടുന്നത്. അതിൽ 3 HP മുതൽ 10 HP വരെയുള്ള മോട്ടറും 200 ബാർ മുതൽ 360 ബാർ പ്രഷർ വരെയുള്ള മോഡലുകളും നമ്മൾ ഇപ്പോൾ നിർമ്മിച്ച് വരുന്നു. കൂടാതെ എൻജിൻ ടൈപ്പ് കാർ വാഷുകളും നമ്മൾ നിർമ്മിച്ച് വരുന്നു. ഇതിൻ്റെ ഫാബ്രിക്കേഷൻ മുഴുവനായും നമ്മളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ചെയ്യാൻ സാധിക്കുന്നത്. മെയിനായിട്ട് നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫാബ്രിക്കേഷൻ, പൗഡർ കോട്ടിംഗ്, അസംബ്ലിംഗ്, ടെസ്റ്റിംഗ് എന്നീ ഫെസിലിറ്റികളാണ് നമ്മളുടെ സ്ഥാപനത്തിൽ നടക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. പ്രൊഡക്ഷൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ആൻഡ്രൂ സാറുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് കാര്യങ്ങൾ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് എനിക്കതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനമുണ്ട്. കുറച്ച് നെർവസായി പോകണേന്, കാരണം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ രീതിയിലേക്ക് നമ്മൾ വന്നത്. അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് അപമാനപ്പെട്ട് പഠിച്ച് വന്നതാണ്. അതുകൊണ്ടാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷനാണ്, തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സേവനങ്ങളും മികവുറ്റതാകാൻ നിങ്ങളുടെ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് പേൾ സമ്മിറ്റിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.